ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡിംഗ് സിറ്റുവേഷനിൽ ബീമിൻ്റെ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൗണ്ട് ഡയഗ്രാംസ് ഓക്കെ വരയ്ക്കുമ്പോഴത്തേക്കും എന്ത് പ്രൊഫൈൽ ആണ് കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോളത്തിൽ വന്നിട്ട് ഡിഫറെൻറ്റ് ലോഡിംഗ് ഡയഗ്രാംസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് കോളത്തിൽ വന്നിട്ട് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ലോഡിംഗ് ഡയഗ്രാംസ്, തേർഡ് സിറ്റുവേഷനിൽ എന്ത് തരം ലോഡാണെന്നുള്ളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് രണ്ട് കോളത്തിലായിട്ട് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൗണ്ട് ഡയഗ്രാംസും, SFD എന്ന് പറയുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം, BMD എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. അപ്പോൾ ഈ രണ്ട് ഡയഗ്രാംസുമാണ് ലാസ്റ്റ് കോളത്തിൽ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി. അപ്പം ഫസ്റ്റ് സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഫസ്റ്റ് എക്സാമ്പിളിൽ വന്നിട്ട് നമ്മൾ പോയിന്റ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സിറ്റുവേഷനാണ് നോക്കുന്നത്. ഓക്കെ, അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം AB ഉണ്ട്. AB എന്ന് പറയുന്ന ബീമിൽ ലെഫ്റ്റ് എൻഡിൽ സപ്പോർട്ട് എയും റൈറ്റ് എൻഡിലായിട്ട് സപ്പോർട്ട് ബിയും പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ബീം നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ബീം എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പേഴ്സാണ് അല്ലേ? ബീം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പേഴ്സാണ്. ഓക്കെ, അപ്പം ഇതുപോലത്തെ ഒരു സ്കെയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ സ്കെയിലിനെ ഞാനൊരു ബീമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ബീമിനെ ഹൊറിസോണ്ടലി സപ്പോർട്ട് ചെയ്തതിന് ശേഷം രണ്ട് സപ്പോർട്ട്സ് അല്ലേ, രണ്ട് സപ്പോർട്ട്സ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരെണ്ണം ലെഫ്റ്റ് എൻഡിലും ഒരെണ്ണം റൈറ്റ് എൻഡിലുമായിട്ട് കൊടുത്ത് സപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. ഇതിന് മുകളിലായിട്ട് വെർട്ടിക്കലി ലോഡ് അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഇവിടെ ഇപ്പം ഈ രണ്ട് പെൻ എന്ന് പറയുന്നത് വി ക്യാൻ കൺസിഡർ ദീസ് ടു പെൻസ് ടു ബി ദി സപ്പോർട്ട്സും, പിന്നെ ഇതിന് മുകളിലായിട്ട് ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഹൊറിസോണ്ടൽ എലമെൻ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ട്രക്ചറൽ മെമ്പർ എന്ന് പറയുന്നതാണ് നമ്മുടെ ബീം. ഓക്കെ, അപ്പോൾ ഈ ബീമിൻ്റെ അകത്ത് പലതരത്തിലുള്ള ലോഡ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ തരത്തിലാണ് ലോഡ് കൊടുക്കാൻ പറ്റുന്നത്? ഇതിൻ്റെ മുകളിലായിട്ട് പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ എക്സാക്റ്റ് സെൻട്രലായിട്ട്, ഓക്കെ, ഞാൻ ഇതിൻ്റെ ലെഫ്റ്റ് എൻഡ് എയും റൈറ്റ് എൻഡ് ബിയും ആയിട്ട് കൊടുത്ത് എക്സാക്റ്റ് സെൻട്രലായിട്ട് ഇതിൻ്റെ ഇതുപോലെ ഒരു പോയിന്റ് ലോഡ് കൊടുക്കുകയാണ്, വെർട്ടിക്കലി അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ പോയിന്റ് ലോഡ് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിന് മുകളിലായിട്ട് ഒരു UDL പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പം UDL ആകുമ്പോഴത്തേക്ക് ഈ ലോഡ് വന്നിരിക്കുന്നുണ്ടോ? ഫോർ എ പർട്ടിക്കുലർ ലെങ്ത്, ഒരു ലെങ്ത്തിലേക്ക് ഈ പറയുന്ന ലോഡ് ആക്ട് ചെയ്യുകയാണ് അല്ലേ? ശരി, അപ്പം പോയിന്റ് ലോഡ്സ് ഉണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ട്രയാങ്കുലർ ലോഡ്സ് ഉണ്ട്, ട്രപ്പിസോഡൽ ലോഡ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡിംഗ് സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടത് ഈ ബീമിൻ്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും ഡയഗ്രാംസ് വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് സിറ്റുവേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് when the beam is acted upon by a point bending moment. ഇവിടെ AB എന്ന് പറയുന്ന ബീം കൺസിഡർ ചെയ്യുന്നുണ്ട്, A എന്ന് പറയുന്ന സപ്പോർട്ട് ഉണ്ട്, B എന്ന് പറയുന്ന സപ്പോർട്ട് ഉണ്ട്. ഇതിലായിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഫസ്റ്റ് വന്നിട്ട് പോയിന്റ് ബെൻഡിങ് മൊമെൻറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, പോയിന്റ് ബെൻഡിങ് മൊമെൻറ്റ് ഞാനിപ്പോൾ പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു എക്സാമ്പിളിൽ ഇതിൻ്റെ കൃത്യം സെൻറ്ററിലായിട്ട് ക്ലോക്ക് വൈസ് ഓറിയൻറ്റേഷനിലുള്ള ഒരു ബെൻഡിങ് മൊമെൻ്റ് ആണ് കൊടുക്കുന്നത്. ക്ലോക്ക് വൈസ് ഓറിയൻറ്റേഷനിലുള്ള ഒരു ബെൻഡിങ് മൊമെൻറ്റ് കൊടുക്കുകയാണ്. സേ M ആണെന്ന് വിചാരിക്കുക. ക്ലോക്ക് വൈസ് ഓറിയൻറ്റേഷനുള്ള ആ ഒരു ബെൻഡിങ് മൊമെൻറ്റിനെ M കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻ്റ് ലോഡിംഗ് ഡയഗ്രാം വരയ്ക്കുന്നു. ഇക്വലൻ്റ് ലോഡിംഗ് ഡയഗ്രാം എന്തിനാണ് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ബീമിൻ്റെ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാംസ് വരയ്ക്കുന്നതിൽ മെയിനായിട്ട് 3 സ്റ്റെപ്സാണ് വരുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് സപ്പോർട്ട് റിയാക്ഷൻസ് RA ആൻഡ് RB. ഓക്കെ, ഈ RA RB എന്ന് പറയുന്ന സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലായിട്ട് അതിൻ്റെ ഷിയർ ഫോഴ്സ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാംസ് വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതും കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റെപ്പിലായിട്ട് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാംസ് BMD ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാംസ് വരയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഒരു ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള ഒരു ബീമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ അതിൽ 3 സ്റ്റെപ്സാണ് വരുന്നത്. കാൽക്കുലേറ്റിംഗ് ദി സപ്പോർട്ട് റിയാക്ഷൻസ്, കാൽക്കുലേറ്റ് ദി ഷിയർ ഫോഴ്സ് വാല്യൂസ് ആൻഡ് ഡ്രോ ദി ഷിയർ ഫോഴ്സ് ഡയഗ്രാം, പിന്നെ നെക്സ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാംസ്. ഇങ്ങനെ 3 സ്റ്റെപ്പുകളിലായിട്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ടിപ്പിക്കൽ ലോഡിംഗ് സിറ്റുവേഷൻ, അതായത് ഈ ബീം ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ പോയിന്റ് ബെൻഡിങ് മൊമെൻറ്റ് അല്ലേ? ഇവിടെ ഒരു പോയിന്റ് ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സപ്പോർട്ട് റിയാക്ഷൻസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 സപ്പോർട്ട്സ് ആണുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ സപ്പോർട്ട് റിയാക്ഷൻ വന്നിട്ട് ലെഫ്റ്റ് എൻഡിൽ വന്നിട്ട് സപ്പോർട്ട് റിയാക്ഷൻ RAയും റൈറ്റ് എൻഡിൽ വന്നിട്ട് സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് RB. ഓക്കെ, സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറയുന്നത് വുഡ് ബി ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ്സ് ആയിട്ടായിരിക്കും സപ്പോർട്ട് റിയാക്ഷൻസ് വരുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലോഡിംഗ് ഡയഗ്രത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻറ്റ് ലോഡിംഗ് ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ,
അപ്പം നമുക്ക് ഈ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്സിനെ പോയിന്റ് ലോഡാക്കി കൺവേർട്ട് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇക്വലൻ്റ് ലോഡിംഗ് ഡയഗ്രവും സെയിം ആയിട്ട് തന്നെ വരും. ഇവിടെ പ്രത്യേകിച്ച് കൺവേർഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം ഇതേ രീതിയിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫോഴ്സുകളെ കുറിച്ചൊന്നും ഈ ലോഡിംഗ് ഡയഗ്രത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ആകെയുള്ളത് സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഈ പറയുന്ന പോയിന്റ് ബെൻഡിങ് മൊമെൻറ്റ് കാരണം പ്രത്യേകിച്ച് എഫക്ട്സ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് അവിടെ നമ്മൾ പ്രത്യേകിച്ച് വേരിയേഷൻസ് ഒന്നും കാണിക്കത്തില്ല. എന്നാൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് നമ്മളവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്. വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോയിന്റ് ബെൻഡിങ് മൊമെൻറ്റിനെ മെൻഷൻ ചെയ്യാൻ പോകുന്നു. ഓക്കെ, സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് എക്സാമ്പിൾ വന്നിട്ട് ബീമിന് മുകളിലായിട്ട് ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യണം. പോയിന്റ് ലോഡ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറയുന്ന പോയിന്റ് ലോഡ് ആക്ട് ചെയ്യണം. വീണ്ടും സെയിം ബീം തന്നെ കൺസിഡർ ചെയ്യുകയാണ്, എ ബി എന്ന് പറയുന്ന ബീം. ഇത്തവണ സെൻറ്ററിൽ തന്നെ ആവുന്നൊന്നും നിർബന്ധമില്ല. ഞാനിപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ സെൻറ്ററിലായിട്ട് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെൻറ്ററിലായിട്ട് എന്ത് ചെയ്യുകയാണ്, ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും പോയിന്റ് ലോഡ് ആക്ടിങ് വെർട്ടിക്കലി അല്ലേ, പോയിന്റ് ലോഡ് ആക്ടിങ് വെർട്ടിക്കലി ഓൺ ദി ബീം. അതിനെ നമ്മൾ ക്യാപിറ്റൽ ഡബ്ല്യു കൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വരയ്ക്കുന്നു, ഇക്വലൻ്റ് ലോഡിംഗ് ഡയഗ്രം വരയ്ക്കുന്നു. അപ്പോൾ ഇക്വലൻ്റ് ലോഡിംഗ് ഡയഗ്രംസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡയഗ്രത്തിൽ എന്ത് തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോഡിംഗ് സിറ്റുവേഷൻ വന്നാലും അതിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, പോയിന്റ് ലോഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡയഗ്രം. ഓക്കെ, അതാണ് ഇക്വലൻ്റ് ലോഡിംഗ് ഡയഗ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയും രണ്ട് സപ്പോർട്ട്സ് വരുന്നുണ്ട് അല്ലേ. ലെഫ്റ്റ് സപ്പോർട്ട് എയിൽ വരുന്ന സപ്പോർട്ട് റിയാക്ഷൻ വന്നിട്ട് ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ്സ് RA അല്ലേ, ബിയിലുള്ള സപ്പോർട്ട് റിയാക്ഷൻ വന്നിട്ട് ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ്സ് RB. ഇങ്ങനെയുള്ള രണ്ട് സപ്പോർട്ട് റിയാക്ഷൻസ് ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ലോഡ് W വന്നിട്ട് എങ്ങനെ തന്നെയായിരിക്കും, ലോഡ് W വന്നിട്ട് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് തന്നെയായിരിക്കും. കാരണം അത് ഓൾറെഡി പോയിന്റ് ലോഡായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ആ പോയിന്റ് ലോഡ് എന്നുള്ളത് മാർക്ക് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, പോയിന്റ് ലോഡ് തന്നെയാണ്. ഓക്കെ, ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ലോഡ് W ക്രിയേറ്റ് ചെയ്യുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോഡിനെ നമ്മൾ വെർട്ടിക്കൽ ലൈൻ കൊണ്ട് റെപ്രസ് ചെയ്യും. വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ട് വേണം ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യാൻ. ആ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഇൻക്ലൈൻഡ് ലൈൻ വെച്ചിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്, ഇൻക്ലൈൻഡ് ലൈൻ. ഓക്കെ, ഇനി തേർഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, തേർഡ് സിറ്റുവേഷനിൽ വന്നിട്ട് ലോഡിംഗ് എന്ന് പറയുന്നത് UDL എന്ന് പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ നമുക്ക് രണ്ട് രീതിയിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ചില ടെക്സ്റ്റ് ബുക്കുകളിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ലോഡ് എന്ന് പറയുന്നത് W പെർ ലെങ്ത്. ഓക്കെ, ഇവിടെ W എന്ന് പറയുന്നത് സ്മോൾ w ആണ്. അതായത് ഇവിടെ ടോട്ടൽ ലെങ്ത് L ഉണ്ടെങ്കിൽ ഓക്കെ, ഓരോ യൂണിറ്റ് ലെങ്ത്തിൽ, അതായത് ഓരോ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഓരോ മീറ്റർ ലെങ്ത്തിലും ഇത്ര ലോഡ് വീതം. ഓക്കെ, ഇപ്പം സേ 10 ന്യൂട്ടൺ പെർ മീറ്റർ ആണെന്ന് വിചാരിക്കുക. മൊത്തം ബീമിൻ്റെ ലെങ്ത്ത് 2 മീറ്റർ ഉണ്ടെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 10 × 2 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് UDLൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ചില കേസുകളിലാണെങ്കിൽ UDL റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു ഫോർമാറ്റിൽ വെച്ചിട്ടും നമ്മൾ UDLനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇത് ടെക്സ്റ്റ് ബുക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു നൊട്ടേഷനാണ്. ടെക്സ്റ്റ് ബുക്കൊക്കെ അനുസരിച്ച് ഈ രണ്ട് രീതിയിൽ നമ്മൾ UDLനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയും വന്നിട്ട് എങ്ങനെയാണ് W പെർ ലെങ്ത്, അതായത് യൂണിറ്റ് ലെങ്ത്തിൽ ഇത്ര ലോഡ്. അപ്പോൾ മൊത്തം ബീമിൽ എത്ര ലോഡ് വന്നെന്ന് നോക്കാനാണെങ്കിൽ നമ്മൾ ആ യൂണിറ്റ് ലെങ്ത്തിലുള്ള ലോഡിനെ ടോട്ടൽ ലെങ്ത് ഓഫ് ബീം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ശരി. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻ്റ് ലോഡിംഗ് ഡയഗ്രം വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെയും രണ്ട് സപ്പോർട്ട്സ് ആണ് വരുന്നത്. ലെഫ്റ്റ് സപ്പോർട്ടിൽ വന്നിട്ട് സപ്പോർട്ട് റിയാക്ഷൻ RAയും റൈറ്റ് സപ്പോർട്ടിൽ വന്നിട്ട് സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് RB. ഓക്കെ, അപ്പം ഈ UDLനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻറ്റയർ UDL എത്ര ലെങ്ത്തിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പോൾ ഇവിടുത്തെ ലെങ്ത്ത് എന്ന് പറയുന്നത് സേ L ലെങ്ത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ബീമിൻ്റെ മൊത്തം ലെങ്ത്ത് എന്ന് പറയുന്നത് A മുതൽ B വരെ L ലെങ്ത്ത് തൊട്ട് ഇവിടെയും A മുതൽ B വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് L ആണെന്ന് എടുക്കുക. ഓക്കെ, അപ്പം പെർ ലെങ്ത്ത് അല്ലെങ്കിൽ പെർ യൂണിറ്റ് ലെങ്ത്തിലുള്ള ലോഡ് എന്ന് പറയുന്നത് W ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് W × L വരും.
ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് സ്മോൾ ഡബ്ല്യു ഇൻറ്റു എൽ, സ്മോൾ ഡബ്ല്യു ഇൻറ്റു എൽ. ആ ലോഡിനെ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീമിൻ്റെ കൃത്യം അല്ലെങ്കിൽ ആ യു ഡി എല്ലിൻ്റെ ലെങ്ത്തിൻ്റെ കൃത്യം നടുക്കായിട്ട് പ്ലേസ് ചെയ്യും. ഇപ്പോൾ യു ഡി എൽ ഇപ്പോൾ ടോട്ടൽ എൽ ലെങ്ത്തിലേക്കാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൃത്യം നടുക്കാകുമ്പോഴത്തേക്കും L/2 ഫ്രം ദി ലെഫ്റ്റ് എൻഡ് ആൻഡ് L/2 ഫ്രം ദി റൈറ്റ് എൻഡ്, അല്ലെങ്കിൽ ഈ പോയിന്റ് സി എന്ന് പറയുന്നത് കൃത്യം സെൻറ്ററിലായിട്ട് വരും. ഓക്കെ, അവിടുത്തെ ഇക്വലൻ്റ് പോയിന്റ് ലോഡ് എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു എൽ, കാരണം ഡബ്ല്യു പെർ ലെങ്ത് ആണ് ഫോർ എ ലെങ്ത് ഓഫ് എൽ. ഓക്കെ, അപ്പം ഇക്വലൻ്റ് പോയിന്റ് ലോഡ് എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു എൽ. ഓക്കെ, ഇനി ഇത് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഇൻക്ലൈൻഡ് ലൈനായിട്ടായിരിക്കും വരയ്ക്കുന്നത്. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ യു ഡി എൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ യു ഡി എല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇൻക്ലൈൻഡ് ലൈനായിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് ബെൻഡിങ് മോൻ്റെ ഡയഗ്രത്തിലാകുമ്പോഴത്തേക്കും പാരാബോളിക് കർവായിട്ടായിരിക്കും, പാരാബോളിക് കർവ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രയാങ്കുലർ ലോഡ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ട്രയാങ്കുലർ ലോഡ്. അപ്പോൾ ഗ്രാജ്വലി വേരിയിങ് ലോഡിൽ രണ്ട് തരം വരുന്നുണ്ട്, ട്രയാങ്കുലർ ലോഡും ട്രപ്പിസോയിഡൽ ലോഡ്. അതിൽ ഫസ്റ്റ് ട്രയാങ്കുലർ ലോഡ് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ട്രയാങ്കുലർ ലോഡ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ട്രയാങ്കുലർ ലോഡ് ആകുമ്പോഴത്തേക്കും ഒരു എൻഡിൽ ലോഡിങ്ങിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0യും മറ്റേ എൻഡിലേക്ക് ഗ്രാജ്വലി ഇൻക്രീസിങ് നേച്ചർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ട്രയാങ്കുലർ ലോഡ് വരുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും ട്രയാങ്കുലർ ലോഡ് വരുന്നത്. അതായത് ഒരു എൻഡിൽ 0 ന്യൂട്ടൺസും ഇവിടെ വന്നിട്ട് ഡബ്ല്യു പെർ ലെങ്ത്. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സപ്പോസ് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഡബ്ല്യു ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഓരോ യൂണിറ്റ് ലെങ്ത് കഴിയുമ്പോഴത്തേക്കും ഡബ്ല്യു വെച്ച് കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഫൈനലി ബിയിൽ എത്തുമ്പോഴത്തേക്കും ഇവിടെ ഇനിഷ്യലി എയിൽ 0 ആണ്, യൂണിറ്റ് ലെങ്ത് കഴിയുമ്പോഴത്തേക്കും ഡബ്ല്യു ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രാജ്വലി. ഓക്കെ, അപ്പം ഇതിന് ഇക്വലൻ്റ് ആയിട്ടൊരു വാല്യൂ കൺസിഡർ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എല്ലാണെന്ന് എടുക്കുക. ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് എല്ലാണ്. ഓക്കെ, അപ്പം ഇവിടെ ഇക്വലൻ്റ് പോയിന്റ് ലോഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈറ്റ് വന്നിട്ട് ഡബ്ല്യു, ഇവിടുത്തെ ലെങ്ത് വന്നിട്ട് എൽ. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് സിംപ്ലി ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ലോഡെന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എൽ, അത് WL/2 എന്ന് വരും. ഇത് ആക്ട് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് എയിൽ നിന്ന് 2L/3 ഡിസ്റ്റൻസിൽ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലെങ്ത് എ ബിയുടെ ടോട്ടൽ ലെങ്ത് എൽ ആണെങ്കിൽ ആ 0 ലോഡുള്ള പോയിന്റിൽ നിന്ന് 2L/3 ഡിസ്റ്റൻസ് മാറിയിട്ട് വേണം നമ്മൾ ആ WL/2 എന്ന് പറയുന്ന ലോഡിനെ പ്ലേസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്വലൻ്റ് ലോഡിംഗ് ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്ക് ആദ്യമേ എന്ത് ചെയ്യുന്നു, ഇക്വലൻ്റ് ലോഡിംഗ് ഡയഗ്രത്തിൽ ആദ്യമേ ഇവിടെ സപ്പോർട്ട് റിയാക്ഷൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, രണ്ട് സപ്പോർട്ടാണുള്ളത്, രണ്ടിടത്തും സപ്പോർട്ട് റിയാക്ഷൻസ് RA ആൻഡ് RB മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നിന്ന് എയുടെ പോയിന്റിൽ നിന്ന് ടോട്ടൽ ലെങ്ത് ബിറ്റ്വീൻ ദി ബീംസ് എന്ന് പറയുന്നത് എല്ലാണ്, സപ്പോർട്ട്സ് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ബിറ്റ്വീൻ ദി സപ്പോർട്ട്സ് എന്ന് പറയുന്നത് എല്ലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 2L/3 ഡിസ്റ്റൻസ്, ഓക്കെ 2L/3 ഡിസ്റ്റൻസ് എടുക്കാം. നേരത്തെ L/2 ഡിസ്റ്റൻസ് ആയിരുന്നു, ഇപ്പോൾ 2L/3 ഡിസ്റ്റൻസ് എടുത്തിട്ട് അവിടെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, 2L/3 ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷം അവിടെയായിട്ട് ഈ പറയുന്ന പോയിന്റ് ലോഡിനെ പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി, WL/2. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ഈ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് വേണം സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ വരുന്ന വേരിയേഷൻ. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെയായിട്ട് പരാബോളിക് കർവ് അല്ലേ, ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ വന്നിട്ട് പരാബോളിക് കർവും ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്കും ക്യൂബിക് കർവ്. ഓക്കെ, ശരി. അപ്പോൾ ഇങ്ങനെയാണ് ട്രയാങ്കുലർ ലോഡിൻ്റെ വേരിയേഷൻ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രാജ്വലി വേരിയിങ് ലോഡിൽ തന്നെ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ട്രപ്പിസോയിഡൽ ലോഡ്. ഓക്കെ, അപ്പോൾ ട്രപ്പിസോയിഡൽ ലോഡിൻ്റെ ആ ഒരു കൺവേർഷൻ നമുക്ക് നോക്കാം. കൺവേർഷൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ട്രപ്പിസോയിഡൽ ലോഡ് വരുമ്പോഴത്തേക്കും രണ്ട് എൻഡിലും ഒരു പർട്ടിക്കുലർ ലോഡിൻ്റെ വാല്യൂ കാണും. ഓക്കെ, പിന്നെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രയാങ്കുലർ ലോഡ് വരുന്ന പോലെ. ഓക്കെ, ശരി. അപ്പം ഇതാണ് ട്രപ്പിസോയിഡൽ ലോഡിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം, ഇക്വലൻ്റ് പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇക്വലൻ്റ് പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ലെഫ്റ്റ് എൻഡിൽ W1 റൈറ്റ് എൻഡിൽ W2 ആണ്. ലെങ്ത് എന്ന് പറയുന്നത് L ലെങ്ത് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും
ഇതിനുള്ളിൽ തന്നെ എനിക്ക് ഈ ട്രപ്പിസോയിഡൽ ലോഡിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടം പോർഷനിൽ വന്നിട്ട് ഒരു UDL ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും റീജിയനിൽ ഒരു UDLും അത് കഴിഞ്ഞിട്ട് ഹയർ എൻഡിലേക്ക് മുകളിലോട്ടുള്ള പോർഷനിൽ വന്നിട്ട് ഇത്രയും പോർഷനിൽ ഒരു UDLും അതിന് മുകളിലേക്ക് പിന്നെ ഇത്രയും റീജിയൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ലോഡായിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഈ ട്രപ്പിസോയിഡൽ ലോഡിനെ സിംപ്ലിഫൈ ചെയ്യുന്നത് ഈ ഒരു രണ്ട് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇവിടെ ട്രയാങ്കുലറും ഇവിടെ വന്നിട്ട് UDLുമായിട്ട് എടുക്കുക. ഓക്കെ, ശരി. അപ്പം ഇങ്ങനെ കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഇക്വലൻ്റ് ലോഡിംഗ് ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് എൻഡിൽ വന്നിട്ട് സപ്പോർട്ട് റിയാക്ഷൻ RA, റൈറ്റ് എൻഡിൽ വന്നിട്ട് സപ്പോർട്ട് റിയാക്ഷൻ RB. ഓക്കെ, UDLനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും കൃത്യം നടുക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, UDL എന്ന് പറയുന്നത് ഇവിടെ W1 ആണ്. ഓക്കെ, അപ്പോൾ W1 × L എന്ന് പറയുന്നതായിരിക്കും UDLൻ്റെ കൺവേർഷൻ വരുന്നത്. ഓക്കെ, അതെവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ കൃത്യം സെൻട്രലായിട്ട്. അപ്പോൾ ഇത്രയും പോർഷനിലൊരു UDL ഉണ്ടെങ്കിൽ, ഈ ഒരു റീജിയനിലൊരു UDL വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യം സെൻട്രലായിട്ട് നമ്മൾ എന്തിനെ പ്ലേസ് ചെയ്ത് കൊടുക്കണം? W1 × L. ഓക്കെ, അത് അറ്റ് എ ഡിസ്റ്റൻസ് L/2 ഫ്രം ലെഫ്റ്റ് എൻഡ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കുലർ ലോഡാണ്. ഓക്കെ, ട്രയാങ്കുലർ ലോഡ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ട്രയാങ്കുലർ ലോഡിൻ്റെ കൺവേർഷൻ എന്ന് പറയുന്നത് ട്രയാങ്കുലർ ലോഡിലാകുമ്പോഴത്തേക്കും WL/2 ആണ് ഇക്വലൻ്റ് ലോഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ WL/2 എവിടെ നിന്നാണ്? ഇവിടെ 0 ലോഡുള്ള പോയിന്റിൽ നിന്ന് WL/2 അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് WL/2 അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്ക് WL/2 ആണ് വാല്യൂ വരുന്നത്. അതായത് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നുള്ള രീതിയിൽ ഓർത്തിരുന്നാൽ മതി. WL/2 അത് എത്ര ഡിസ്റ്റൻസിലാണ് വരുന്നത്? WL/2 എന്ന് പറയുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് 2L/3 അല്ലേ? WL/2 എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് 2L/3 ഡിസ്റ്റൻസിലാണ് WL/2 ലോഡ് വരുന്നത്. ഓക്കെ, 2L/3യും ഇവിടെ വന്നിട്ട് L/2 അല്ലേ? UDL എന്ന് പറയുന്നത് L/2. ഓക്കെ, അപ്പോൾ ഈ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മോമെൻ്റ് ഡയഗ്രാംസ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് നമുക്ക് പ്രോബ്ലം വരുന്ന സമയത്ത് ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മോമെൻ്റ് ഡയഗ്രാംസ് എങ്ങനെ വരും എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇത് ഈ സ്റ്റെപ്സ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഷിയർ ഫോഴ്സ് ബെൻഡിങ് മോമെൻ്റ് ഡയഗ്രത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ അത് ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന എല്ലാം സിംപ്ലി സപ്പോർട്ടഡ് ബീംസിൻ്റെ കേസാണ്. ഓക്കെ, ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീംസിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും അതിൽ മൊത്തം 3 സ്റ്റെപ്പുകളാണ് വരുന്നത്. സ്റ്റെപ്സ് 3 വരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി സപ്പോർട്ട് റിയാക്ഷൻ. സപ്പോർട്ട് എയും ബിയും ആയതുകൊണ്ട് സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറയുന്നത് RA ആൻഡ് RB. അതിനുശേഷം ഷിയർ ഫോഴ്സ് ഡയഗ്രാം, അതിനുശേഷം ബെൻഡിങ് മോമെൻ്റ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇക്വലൻ്റ് ലോഡിംഗ് ഡയഗ്രാംസ് വരയ്ക്കുന്നത് ഈ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് RA RBയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇക്വലൻ്റ് ലോഡിംഗ് ഡയഗ്രാം യൂസ് ചെയ്യാൻ പാടില്ല. ആക്ച്വൽ ഡയഗ്രാം വെച്ച് തന്നെ ബാക്കിയുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. ഷിയർ ഫോഴ്സും ബെൻഡിങ് മോമെൻ്റ് ഡയഗ്രാം എല്ലാം ആക്ച്വൽ ലോഡിംഗ് ഡയഗ്രാം വെച്ച് തന്നെ സോൾവ് ചെയ്യുന്നു. ജസ്റ്റ് ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് ഇതാണ് സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇക്വലൻ്റ് ലോഡിംഗ് ഡയഗ്രാം യൂസ് ചെയ്യുന്നു. ഓക്കെ, question, draw the shear force and bending moment diagram for the simply supported beam AB shown in figure. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ AB എന്ന് പറയുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം തന്നിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്റേഴ്സ് ആണ്. ടോട്ടൽ ലെങ്ത് വന്നിട്ട് 4 മീറ്റേഴ്സ്. അതിൽ ലെഫ്റ്റ് ഹാൻഡ് സപ്പോർട്ട് എയിൽ നിന്ന് 1 മീറ്റർ മാറിയിട്ട് പോയിന്റ് സിയിലായിട്ട് 2 കിലോ ന്യൂട്ടൺ ലോഡ്, അതുപോലെ തന്നെ പോയിന്റ് ഡിയിലായിട്ട് 4 കിലോ ന്യൂട്ടൺ ലോഡ്, പോയിന്റ് ഇയിലായിട്ട് 2 കിലോ ന്യൂട്ടൺ ലോഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഡ്രോ ദി ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ക്വസ്റ്റ്യനിൽ ആകെ മൊത്തം 3 സ്റ്റെപ്പുകളാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ വന്നിട്ട് സപ്പോർട്ട് റിയാക്ഷൻസ് ഇവിടുത്തെ ഏതൊക്കെയാണ്? RA ആൻഡ് RB കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, RA ആൻഡ് RB കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മെയിനായിട്ട് ഓർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വലൻ്റ് ലോഡിംഗ് ഡയഗ്രാം വരച്ചിട്ട് വേണം നമ്മൾ RAയും RBയും കാൽക്കുലേറ്റ് ചെയ്യാൻ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം SFD ഷിയർ ഫോഴ്സ് ഡയഗ്രാം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം BMD. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് സപ്പോർട്ട് റിയാക്ഷൻസിൻ്റെ കാൽക്കുലേഷനാണ്. കാൽക്കുലേറ്റ് ദി സപ്പോർട്ട് റിയാക്ഷൻസ്, അല്ലെങ്കിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഡിറ്റർമിൻ സപ്പോർട്ട് റിയാക്ഷൻസ്. ഓക്കെ, ഡിറ്റർമിൻ സപ്പോർട്ട് റിയാക്ഷൻസ് ഇവിടെ എയിലും ബിയിലും അല്ലേ സപ്പോർട്ട്. അപ്പം ഡിറ്റർമിൻ RA ആൻഡ് RB എന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻസ്. ഓക്കെ, ശരി. അപ്പം സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലായിട്ട് ഓൾറെഡി എന്ത് വരയ്ക്കുക, ലോഡിംഗ് ഡയഗ്രാം വരയ്ക്കുന്നു, ഇക്വലൻറ്റ് ലോഡിംഗ് ഡയഗ്രാം ഫസ്റ്റ് വരയ്ക്കാനായിട്ട് ഇവിടെ ടോട്ടൽ 4 മീറ്റേഴ്സാണ്. അപ്പോൾ 4 മീറ്റേഴ്സ് ആയതുകൊണ്ട് ഞാൻ സ്കെയിൽഡ് ഡയഗ്രമാണ് വരയ്ക്കുന്നത്. 4 മീറ്റേഴ്സ് എന്ന് പറയുന്നത് 1 മീറ്റർ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ എന്നുള്ള സ്കെയിൽ എടുക്കുവാണ്. സ്കെയിൽ ചൂസ് ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പോൾ ഫിഗറിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് 1 മീറ്റർ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റേഴ്സ് ആയിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 4 മീറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ 8 സെൻറ്റിമീറ്റേഴ്സ് എടുത്തു. 8 സെൻറ്റിമീറ്റേഴ്സ് എടുത്തതിന് ശേഷം ഇതിലെ ലോഡ്സ് മാർക്ക് ചെയ്യണം. ലോഡ്സ് വന്നിട്ട് 4 കൃത്യം സെൻട്രലായിട്ട് ഒരു 4 കിലോ ന്യൂട്ടൻ്റെ ലോഡ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു 2 കിലോ ന്യൂട്ടൻ്റെ ലോഡ് 2 സൈഡിലുമായിട്ട്. ഓക്കെ, 4 കിലോ ന്യൂട്ടൺ 2 സൈഡിലുമായിട്ട് 2 കിലോ ന്യൂട്ടൻ്റെ ലോഡും വരുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പം ഈ ലോഡിങ്ങിൻ്റെ ഇൻഫ്ലുവൻസിൽ ലോഡ് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിലാണ്. അപ്പോൾ അവിടെ സപ്പോർട്ട് റിയാക്ഷൻസ് മാർക്ക് ചെയ്യുന്നു. സപ്പോർട്ട് റിയാക്ഷൻസ് ലെഫ്റ്റ് എൻഡിലും റൈറ്റ് എൻഡിലും മാർക്ക് ചെയ്യും അല്ലേ. ലെഫ്റ്റ് എൻഡ് A എന്നായതുകൊണ്ട് സപ്പോർട്ട് റിയാക്ഷൻ്റെ പേര് RA എന്ന് കൊടുത്തു. റൈറ്റ് എൻഡ് B ആയതുകൊണ്ട് സപ്പോർട്ട് റിയാക്ഷൻ്റെ പേര് ക്യാപിറ്റൽ R സഫിക്സ് B എന്ന് കൊടുത്തു. ഓക്കെ, ഓരോന്നും 1 മീറ്റേഴ്സാണ്. ഓക്കെ, 1 മീറ്റർ ലെങ്ത് വീതമാണ് ഇവിടെ ഓരോ സെക്ഷനും വന്നിരിക്കുന്നത്. മൊത്തം 4 സെക്ഷനുണ്ട്. ഓരോന്നും 1 മീറ്റേഴ്സ് വെച്ചിട്ട് ഇത് വന്നിട്ട് പോയിന്റ് C, ഇത് D, ഇത് E. സപ്പോർട്ട്സ് വന്നിട്ട് A ആൻഡ് B. ഓക്കെ, ശരി. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 2 ഇക്വേഷൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലോഡിംഗ് ഡയഗ്രാം ഇക്വലൻ്റ് ലോഡിംഗ് ഡയഗ്രാം 2 സെയിം ആണ്. കാരണം ഇവിടെ എല്ലാം പോയിന്റ് ലോഡ്സ് ആണ്. ഇവിടെയും എന്ത് ആയിട്ട് തന്നെ വരച്ചാൽ മതി, പോയിന്റ് ലോഡ്സ് ആയിട്ട് തന്നെ വരച്ചാൽ മതി. നേരെ മറിച്ച് ഇവിടെ UDLോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നേനെ, ഇവിടെ ഈ പറഞ്ഞ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേനെ. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 2 ഇക്വേഷൻസ് ആണുള്ളത്. ഒന്ന് സിഗ്മ FV ഈക്വൽ ടു 0. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിഗ്മ MA ഈക്വൽ ടു 0. ഓക്കെ, 2 ഇക്വേഷൻസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വേഷനാണ് ഫസ്റ്റ് വൺ. ഫോഴ്സ് ഇക്വിലിബ്രിയം. ഓക്കെ, ഫോഴ്സ് ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ദി ഫോഴ്സസ് ആക്ടിങ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ must be balanced അല്ലേ. ടോട്ടൽ ഫോഴ്സസ് ആക്ടിങ് ഇൻ ദി വെർട്ടിക്കൽ ഡയറക്ഷൻ മസ്റ്റ് ബി ബാലൻസ്ഡ്. ഇവിടെ ആകുമ്പോഴത്തേക്കും മൊമെൻറ്റ് അബൌട്ട് സപ്പോർട്ട് must be 0. മൊമെൻറ്റ് അബൌട്ട് സപ്പോർട്ട് ഈക്വൽ ടു 0. ഓക്കെ, അല്ലെങ്കിൽ ഇത് മൊമെൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷനാണ്. അപ്പം മെയിനായിട്ട് 2 ഇക്വേഷൻസ് ആണ് സപ്പോർട്ട് റിയാക്ഷൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഒരെണ്ണം എന്ന് പറയുന്നത് ഫോഴ്സ് ഇക്വിലിബ്രിയം, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RA RB എന്ന് പറയുന്ന വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ 2 ഇക്വേഷൻസ്. ശരി. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇക്വേഷൻ ഫോഴ്സ് ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ്. ഫോഴ്സ് ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് എന്ന് പറയുന്നത് ഈ ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം ഇക്വേഷൻ്റെ ഒരു സൈഡിൽ. അപ്പോൾ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ RA പ്ലസ് RB. ഓക്കെ, ഇത് രണ്ടുമാണ് മുകളിലേക്കുള്ള ഫോഴ്സസ് അല്ലെങ്കിൽ സപ്പോർട്ട് റിയാക്ഷൻ വരുന്നത്. ഈക്വൽ ടു ഇനി താഴത്തേക്കുള്ള ഫോഴ്സുകൾ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് നോക്കുവാണെങ്കിൽ 2 പ്ലസ് ഇവിടുത്തെ 4 പ്ലസ് 2 അല്ലേ. RA പ്ലസ് RB ഈക്വൽ ടു 8 എന്ന് വരും. RA പ്ലസ് RB ഈക്വൽ ടു 8 കിലോ ന്യൂട്ടൺസ് അല്ലേ. RA പ്ലസ് RB ഈക്വൽ ടു 8 കിലോ ന്യൂട്ടൺ. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, മൊമെൻറ്റ് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് സപ്പോർട്ട് A അല്ലേ. അപ്പോൾ A എന്ന് പറയുന്ന പോയിന്റ് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ശരി. അപ്പോൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സൈൻ കൺവെൻഷൻ നോട്ട് ചെയ്തോണം. സൈൻ കൺവെൻഷൻ, മൊമെൻറ്റിൻ്റെ സൈൻ കൺവെൻഷൻ ഇവിടെ ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻ്റെ കാൽക്കുലേഷനാണ്. സപ്പോർട്ട് റിയാക്ഷൻ്റെ കാൽക്കുലേഷനിൽ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുത്തോണം. ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവായിട്ടും. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെങ്കിൽ
ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വന്നിട്ട് നെഗറ്റീവായിട്ടാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നെഗറ്റീവും. ഓക്കെ, ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വന്നിട്ട് നെഗറ്റീവ്. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ പോയിൻ്റ് എക്ക് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോയിൻ്റ് എ ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏറ്റവും റൈറ്റ് എൻഡിലുള്ള ഫോഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും റൈറ്റ് മോസ്റ്റ് എൻഡിൽ നിൽക്കുന്നത് സപ്പോർട്ട് റിയാക്ഷനാണ് RB അല്ലേ. അപ്പം RB പോയിൻ്റ് എയിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. RB എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വെർട്ടിക്കലി ആക്ടിങ് അപ്വേർഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് റൊട്ടേറ്റ് ചെയ്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോയിൻ്റ് എയിലേക്ക് വരുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താണ് പോയിൻ്റ് എയിലേക്ക് വരുന്നത് RB എന്ന് പറയുന്നത്. അതുകൊണ്ട് RB എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് മൊമെൻ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ ഫോഴ്സ് RB ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. എ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 മീറ്റേഴ്സ് ആണ്. അപ്പം RB ഇൻറ്റു 4 അല്ലേ, അല്ലെങ്കിൽ -4RB എന്ന് എടുക്കാം. ഓക്കെ, -4RB. മൈനസ് വന്നതിൻ്റെ കാര്യം നെഗറ്റീവ് മൊമെൻ്റ് ആണ് RB ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മൈനസ് വന്നത്. നെക്സ്റ്റ് RB കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നിൽക്കുന്നത് ഈ 2 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, 2 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് പോയിൻ്റ് എയിലേക്ക് വരുന്നത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തതിനാണ്. അപ്പോൾ 2 × 3 അല്ലേ, പ്ലസ് 2 × 3 അല്ലേ. ശരി, അടുത്തത് ഡിയിലുള്ള ലോഡ് എന്ന് പറയുന്നത് 4 കിലോ ന്യൂട്ടൺ ആണ്. 4 കിലോ ന്യൂട്ടണും എയിലേക്ക് വരുന്നത് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ 4 × ഡിസ്റ്റൻസ് അല്ലേ, 4 × ഡിസ്റ്റൻസ് പ്ലസ് 4 × 2. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് +2 × 1 +2 × 1 +2 × 1. ഓക്കെ, ഈ വാല്യൂ എന്ന് പറയുന്നത് =0. ഓക്കെ, ശരി. ഇതിൽ നിന്ന് RB സോൾവ് ചെയ്യുമ്പോഴത്തേക്കും RB = 4 കിലോ ന്യൂട്ടൺസ് എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും RB = 4 കിലോ ന്യൂട്ടൺസ്. ഓൾറെഡി RA + RB = 8 കിലോ ന്യൂട്ടൺസ് എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ RB = 4 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടിയിട്ടുണ്ട്. ശരി, നൗ RA = 8 - RB അല്ലേ. ഇതിൻ്റെ ഈക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ 8 - RB വരുമ്പോഴത്തേക്കും RA = 8 - RB ആകുമ്പോഴത്തേക്കും 8 - 4 വന്നിട്ട് 4 കിലോ ന്യൂട്ടൺസ് എന്ന് തന്നെ വരും. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസ് കിട്ടി. RA = 4 കിലോ ന്യൂട്ടൺ, RB = again 4 കിലോ ന്യൂട്ടൺ. RA RBയുടെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പം രണ്ടും 4 കിലോ ന്യൂട്ടൺസ് വീതം. ഓക്കെ, ശരി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2 ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻ ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഫസ്റ്റ് സൈൻ കൺവെൻഷൻ മനസ്സിലാക്കുക. ഇത് ഷിയർ ഫോഴ്സ് ഈസ് ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ്സ്. നമ്മൾ ഷിയർ ഫോഴ്സിന് പോസിറ്റീവായിട്ടും ഷിയർ ഫോഴ്സ് ബീമിൽ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ് സെക്ഷനിൽ വരുന്നതെങ്കിൽ അത് നെഗറ്റീവായിട്ടുമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ ഓൾറെഡി ലോഡിംഗ് ഡയഗ്രാം വരച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ലോഡിംഗ് ഡയഗ്രത്തിൻ്റെ നേരെ താഴെയായിട്ട് മറ്റൊരു റെഫറൻസ് ലൈൻ വരയ്ക്കുക. ഇവിടെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ലോഡിംഗ് ഡയഗ്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രമാണ് പ്ലോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഇവിടെ എത്രയാണോ ലെങ്ത് എടുത്തത് അതേ ലെങ്ത് തന്നെ ഇവിടെ എടുക്കുക. ഓക്കെ, ശരി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടുത്തെ റൈറ്റ് എൻഡിൽ നിന്ന്, ബീമിൻ്റെ റൈറ്റ് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ബീമിൻ്റെ റൈറ്റ് എൻഡിൽ വന്നിട്ട് പോയിന്റ് ബി ആണ്. ആ പോയിന്റ് ബിയിലുള്ള ലോഡ് എന്ന് പറയുന്നത് 4 കിലോ ന്യൂട്ടൺ ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ 4 കിലോ ന്യൂട്ടൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണല്ലോ. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഇതിനെ ഒരു പോയിന്റ് ലോഡായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ RBനെ ഒരു പോയിന്റ്, ഈ പോയിന്റിലാണല്ലോ ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പോയിന്റ് ലോഡായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ പോയിന്റ് ലോഡ് വരുമ്പോഴത്തേക്കും ഓൾറെഡി ടാബ്ലർ കോളം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ന്യൂട്ടൺ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ പോയിന്റ് ലോഡ് വരുവാണെങ്കിൽ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 4 കിലോ ന്യൂട്ടൺ. ശരി, നെക്സ്റ്റ് നമ്മൾ ഈ ബിയിൽ നിന്ന് ബീമിൻ്റെ ലെഫ്റ്റ് എൻഡിലേക്ക് മൂവ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ബിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ മറ്റ് ലോഡുകളൊന്നും വരുന്നില്ല. ഈയിലെത്തുന്നത് വരെ മറ്റ് ലോഡുകളൊന്നുമില്ല. ഓക്കെ, അപ്പം ഇത്രയും റീജിയനിൽ നമുക്ക് ലോഡിന് വേരിയേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്രയും റീജിയനിലേക്ക് നമുക്ക് എന്ത് തന്നെ മാർക്ക് ചെയ്യാം, ഈ സെയിം ഷിയർ ഫോഴ്സ് തന്നെയാണെന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അപ് ടു
ഓക്കെ, ഈ എത്തുന്നത് വരെ ഈ ജസ്റ്റ് എത്തുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 കിലോ ന്യൂട്ടൺ, അതായത് ഇവിടുത്തെ പോയിന്റിലും ഇവിടുത്തെ പോയിന്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെയും 4 കിലോ ന്യൂട്ടൺ ആണ്, ഇവിടുത്തെ കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെയും ഷിയർ ഫോഴ്സ് 4 കിലോ ന്യൂട്ടൺ ആണ്, ഓരോ പോയിന്റ്സിലും 4 കിലോ ന്യൂട്ടൺ. ഇനി ഈയിലെത്തി കഴിയുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കിലോ ന്യൂട്ടൺ ലോഡ് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണെങ്കിൽ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ താഴത്തേക്കാണ് വരയ്ക്കേണ്ടത്. കണ്ടോ, ഇവിടെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ഇപ്പോൾ ഓൾറെഡി 4 കിലോ ന്യൂട്ടൺ അപ്വേർഡ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇനി 2 കിലോ ന്യൂട്ടൺസ് ഡൗൺവേർഡാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ താഴത്തേക്ക്. ഓക്കെ, ഇത് സ്കെയിൽഡ് ഡയഗ്രാംസ് വരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആദ്യം 4 കിലോ ന്യൂട്ടൺ എന്നുള്ളത് 4 സെൻറ്റിമീറ്റർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 2 കിലോ ന്യൂട്ടൺ എന്നുള്ളത് ഇവിടെ നിന്ന് താഴത്തേക്ക് 2. ഓക്കെ, ശരി. അപ്പം ഈ പോയിന്റിൽ ഓക്കെ, ഇവിടെ എഫക്റ്റീവായിട്ട് ഷിയർ ഫോഴ്സിന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 4 കിലോ ന്യൂട്ടൺ ഉണ്ടായിരുന്നു. ഈയിലെത്തി ജസ്റ്റ് ഈ പാസ് ഓവർ ചെയ്യുന്ന ആ ഒരു സമയത്ത് അത് 2 കിലോ ന്യൂട്ടണായിട്ട് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 2 കിലോ ന്യൂട്ടണായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ശരി, നെക്സ്റ്റ് ഇ മുതൽ ഡി വരെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇയിൽ നിന്ന് ഡിയിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് മറ്റ് ഫോഴ്സുകളൊന്നും വരുന്നില്ല. ഡി വരെ അപ്പം വാല്യൂ എന്ത് തന്നെയായിരിക്കും, കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും. അപ് ടു പോയിന്റ് ഡി എന്ന് പറയുന്നത് വാല്യൂ സെയിം തന്നെയായിരിക്കും, അവിടെയൊന്നും ചേഞ്ചസ് വരത്തില്ല. അപ്പോൾ അവിടെയും എന്ത് തന്നെ വരയ്ക്കാം, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ഇനി പോയിന്റ് ഡിയിലെത്തി കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു ലോഡ് വരുന്നുണ്ട്. ഓക്കെ, 4 കിലോ ന്യൂട്ടൺ ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഓൾറെഡി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് 2 കിലോ ന്യൂട്ടൺ നിൽപ്പുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇപ്പം നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ആ 4 കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റേഴ്സ് താഴത്തേക്ക് വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് സ്കെയിൽഡ് ഡയഗ്രാംസ് വരയ്ക്കുന്നതാണ് നമുക്ക് ഡ്രോയിങ് പ്രസൻറ്റ് ചെയ്യാൻ എളുപ്പം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തി. ഓക്കെ, അപ്പം ഇതിപ്പം റെഫറൻസ് ലൈനിൻ്റെ മുകളിലായിരുന്നു ഇതെല്ലാം മാർക്ക് ചെയ്തത്, ഇതിപ്പോൾ റെഫറൻസ് ലൈനിൻ്റെ താഴത്തേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഉണ്ടായിരുന്നു, 2ൽ നിന്ന് 4 അല്ലേ, 4 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഫക്റ്റീവായിട്ട് വരുന്നതെന്ന് പറയുന്നത് -2 കിലോ ന്യൂട്ടൺ ആണ്. റെഫറൻസ് ലൈനിൻ്റെ താഴെ ആയതുകൊണ്ട് 2 കിലോ ന്യൂട്ടൺ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, കാരണം ഇതിൻ്റെ താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവ് ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ശരി. ഇനി അടുത്തത് ഡിയിൽ നിന്ന് സിയിലോട്ട് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഡിയിൽ നിന്ന് സി വരെ, ഡിയിൽ നിന്ന് സിയിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റ്സിലൊന്നും മറ്റ് ലോഡുകളൊന്നും വരുന്നില്ല. സിയിലെത്തുമ്പോഴത്തേക്കാണ് 2 കിലോ ന്യൂട്ടൺ വരുന്നത്. ഓക്കെ, അപ്പോൾ അപ് ടു പോയിന്റ് സി വേരിയേഷൻ ഒന്നും വരുന്നില്ല. അപ് ടു പോയിന്റ് സി സെയിം ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, സിയിലെത്തി കഴിയുമ്പോഴത്തേക്കുമാണ് ഒരു 2 കിലോ ന്യൂട്ടൺ, അത് വീണ്ടും താഴത്തേക്കാണ് അല്ലേ. ഇപ്പോൾ താഴത്തേക്ക് ആകുമ്പോഴത്തേക്കും ഓൾറെഡി -2 ഉണ്ട്, ഇനിയും ലോഡ് താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും എന്ത് ചെയ്യുക, -2 എന്ന് വരും അല്ലേ. അപ്പം -4 കിലോ ന്യൂട്ടൺസ് എന്ന് വരും. ഓക്കെ, -4 കിലോ ന്യൂട്ടൺസ് എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ. ഓക്കെ, ശരി. അപ്പോൾ ഇത് 4 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇനി അടുത്ത സി ടു എ മൂവ് ചെയ്യുമ്പോഴത്തേക്കും മറ്റ് ലോഡുകളൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്രയും റീജിയനിൽ, ഈ ഒരു റീജിയനിലും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും അല്ലേ. ഈ ഒരു റീജിയനിലും ഷിയർ ഫോഴ്സിന് വേരിയേഷനൊന്നുമില്ല. പോയിന്റ് എ വരെ മറ്റ് വേരിയേഷനൊന്നുമില്ല. ഓക്കെ, എയിലെത്തി കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ്സ് ആണ്. ആ അപ്വേർഡ് സപ്പോർട്ട് റിയാക്ഷൻ കാരണം ഇവിടെ എത്തി, തിരിച്ച് ഈ ഒരു പോയിന്റിൽ തിരിച്ചെത്തി. ഓക്കെ, ശരി. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഷിയർ ഫോഴ്സ് വാല്യൂസും അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വാല്യൂസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് 0 കിലോ ന്യൂട്ടൺ ആണ്. റെഫറൻസ് ലൈനിൽ 0 കിലോ ന്യൂട്ടൺ ആണ് ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ. ഓക്കെ, ശരി. ഈ പോയിന്റിൽ വന്നിട്ട് 4 കിലോ ന്യൂട്ടൺ ആയിരുന്നു. സപ്പോർട്ട് റിയാക്ഷൻ കാരണം വീണ്ടും 0. അപ്പോൾ ഇത് വന്നിട്ട് പോസിറ്റീവ് ഹാഫായിട്ടും ഇത് വന്നിട്ട് നെഗറ്റീവ് ഹാഫായിട്ടും നമുക്ക് മാർക്ക് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇതിൻ്റെ വാല്യൂസ് എടുത്ത് എഴുതുവാണെങ്കിൽ ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ ബി ആൻഡ് ഇ. ഓക്കെ, അപ്പം ബി മുതൽ ഇ വരെയുള്ള ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബി മുതൽ ഇ വരെ അല്ലേ. ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ എന്താണ്, 4 കിലോ ന്യൂട്ടൺ ആണ് അല്ലേ. ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ ആണല്ലോ, അതായത് ഇവിടെ നിന്ന് 4 കിലോ ന്യൂട്ടൺ. ഈ പോയിന്റിലും 4 കിലോ ന്യൂട്ടൺ തന്നെയാണ്. ഈ പോയിന്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 4 കിലോ ന്യൂട്ടൺ ആണ്. ചുരുക്കം പറഞ്ഞാൽ ബി മുതൽ ഇ വരെയുള്ള ഓരോ സെക്ഷൻസിലും ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 4 കിലോ ന്യൂട്ടൺസ്. ഓക്കെ, അടുത്ത ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ ഇ ആൻഡ് ഡി. ഓക്കെ, ഇ മുതൽ ഡി വരെ, ഇയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഓരോ പോയിന്റ്സിലും ഉള്ള ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, ആ 2 കിലോ ന്യൂട്ടൺ വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടം വരെ ഒരു 4 കിലോ ന്യൂട്ടൺ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കാണ് ഈ 2 കിലോ ന്യൂട്ടൺ ഡൗൺവേർഡ്സ് വന്നത് അല്ലേ. ഇവിടുത്തെ ഈ ലോഡ് അല്ലേ, ഈയിലെത്തിയപ്പോഴത്തേക്കും 2 കിലോ ന്യൂട്ടണും കൂടെ താഴത്തേക്കുള്ളത് സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും 4 - 2 എന്ന് വരും, അത് 2 കിലോ ന്യൂട്ടൺ. ഓക്കെ, ശരി. അടുത്ത ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ ഡി ആൻഡ് സി. ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ ഡി ആൻഡ് സി, ഡിയും സിയും തമ്മിൽ. ഓക്കെ, അപ്പം ഡി ടു സി കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡി മുതൽ സി വരെ -2 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, -2 കിലോ ന്യൂട്ടൺ വന്നതെന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ 2 കിലോ ന്യൂട്ടണിലാണ് നിന്നത്.
ഓക്കെ, അതായത് പോയിന്റ് ഡിയിലേക്ക് ജസ്റ്റ് വന്ന് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് 2 കിലോ ന്യൂട്ടൺ ഉണ്ടായിരുന്നു. ഓക്കെ, ഡിയിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ എന്താണ്, ഡി എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു 4 കിലോ ന്യൂട്ടൺ ഡൗൺവേർഡ്സ് ഉണ്ട്. ഡൗൺവേർഡ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം. അതുകൊണ്ട് 2 - 4 എന്ന് വരും, -2 കിലോ ന്യൂട്ടൺ എന്നാവും. ഓക്കെ, അപ്പോൾ ഡി മുതൽ സി വരെ മറ്റ് ലോഡുകളൊന്നുമില്ല. ഡി മുതൽ സി വരെ മറ്റ് ലോഡുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും റീജിയനിൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 2 കിലോ ന്യൂട്ടൺ തന്നെയായിരിക്കും. ഓക്കെ, ശരി. നെക്സ്റ്റ് സിയിലെത്തിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സിക്ക് ജസ്റ്റ് മുമ്പ് വരെ -2 കിലോ ന്യൂട്ടൺ ആണ്. സി എന്ന് പറയുന്ന സെക്ഷനിൽ കയറുമ്പോഴത്തേക്കും അവിടെ വീണ്ടും ഒരു -2 കിലോ ന്യൂട്ടൺ അല്ലേ, 2 കിലോ ന്യൂട്ടൺ ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് വരുന്നുണ്ട്. അതായത് നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ഓൾറെഡി ഒരു -2 ഉണ്ടായിരുന്നു. സിയിലേക്ക് ജസ്റ്റ് കയറിയപ്പോഴത്തേക്കും വീണ്ടും ഒരു -2 കൂടെ വന്നു. -2 വന്നിട്ട് -4 കിലോ ന്യൂട്ടൺ, -4 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇനി സി മുതൽ എ വരെ മറ്റ് ലോഡുകളൊന്നുമില്ല. ഓക്കെ, സി മുതൽ എ വരെ മറ്റ് ലോഡുകളൊന്നുമില്ല. അതുകൊണ്ട് അത്രയും റീജിയനിൽ എന്ത് തന്നെയായിരിക്കും, ഈ പോയിന്റിൽ നോക്കിയാലും ഇവിടുത്തെ പോയിന്റിൽ നോക്കിയാലും ഈ സി മുതൽ എ വരെയുള്ള ഫുൾ പോയിന്റ്സിൽ -4 കിലോ ന്യൂട്ടൺ തന്നെയായിരിക്കും ഷിയറിംഗ് ഫോഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ കൺവെൻഷൻ ഓർത്തിരിക്കുക. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചതിന് ശേഷം നമുക്ക് ഈ കാൽക്കുലേഷൻ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമെന്ന് തോന്നുന്നു, ഇപ്പോൾ ചെയ്ത പോലെ. ഓക്കെ, അപ്പം വെർട്ടിക്കലി അപ്വേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക, വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് എടുത്തിട്ട് വേണം മാർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ച് അതിൻ്റെ ഷിയർ ഫോഴ്സിൻ്റെ കാൽക്കുലേഷൻസ് എഴുതുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേഷൻ ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചു. തേർഡ് സ്റ്റെപ്പാണ് ഈ പറയുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമത്തിൻ്റെ സൈൻ കൺവെൻഷൻ മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ബീം ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബീമിനെ ഞാൻ ലോഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പം ആ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും സപ്പോസ് ഈ ബീമിനെ ലോഡ് ചെയ്തത് ഞാനിതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് എടുത്തു. ഓക്കെ, ഇതിൻ്റെ കൃത്യം നടുക്കായിട്ട് ഒരു ലോഡ് കൊടുത്തെന്ന് വിചാരിക്കുക, ലോഡ് W കൊടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ലോഡിങ്ങിൻ്റെ ഇൻഫ്ലുവൻസിൽ ഇവിടെയും ഒരു സപ്പോർട്ട് വരുന്നുണ്ട്, ഇവിടെയും മറ്റൊരു സപ്പോർട്ട് വരുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഈ രണ്ട് സപ്പോർട്ട്സും ഉണ്ട്. അപ്പോൾ ഈ ലോഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ ബീമിന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഡ് വന്ന പോയിന്റിൽ വെച്ചിട്ട് ബീം ഇതുപോലെ ഒന്ന് ബെൻഡായി വരും. ഓക്കെ, ബീം ഇതുപോലെ ഒന്ന് ബെൻഡായി വരും. ഓക്കെ, ശരി. ഈ രണ്ട് എൻഡിലും സപ്പോർട്ട്സ് ഇവിടെയും ഇവിടെയായിട്ട് സപ്പോർട്ട്സ് ഉണ്ട്. ലോഡ് ചെയ്ത പോയിന്റിലായിട്ട് ബീം ഒന്ന് ബെൻഡ് ചെയ്ത് വരും. ഓക്കെ, ശരി. അപ്പോൾ ഇതിൽ സൈൻ കൺവെൻഷൻ ഓർത്തിരിക്കാനുള്ള എളുപ്പ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മൊബൈൽ ഫോൺസിലെല്ലാം കാണുന്ന പോലെ ഒരു സ്മൈലി ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ശരി. അപ്പം ഇതെന്ന് പറയുന്നത് ഇപ്പോൾ സ്മൈലിംഗ് നേച്ചറാണ്. ഓക്കെ, ഈ ലോഡ് വന്നപ്പോഴത്തേക്കും ബീമിന് കിട്ടിയെന്ന് പറയുന്നത് സ്മൈലിംഗ് നേച്ചറാണ്. ഓർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. സ്മൈലിംഗ് നേച്ചറാണ് ബീമിന് കിട്ടിയിരിക്കുന്നത്, ചിരിക്കുന്ന പോലെ ഇരിക്കുവാണ് ബീം. ഓക്കെ, അങ്ങനെ വരുവാണെങ്കിൽ അത് നമ്മൾ പോസിറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് എടുക്കണം. പോസിറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. സ്മൈലിംഗ് നേച്ചർ, അതായത് ലോഡ് വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ സ്മൈലിംഗ് നേച്ചറാണ് വരുന്നതെങ്കിൽ അത് പോസിറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിളിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു കാൻഡിലിവർ ബീം കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഈ കാൻഡിലിവർ ബീം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഒരു ഫ്രീ എൻഡിലായിട്ട് ഇവിടെ ഒരു എൻഡ് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അല്ലേ. ഒരു എൻഡ് സപ്പോർട്ട് ചെയ്തിട്ട് മറ്റേ എൻഡ് ഫ്രീ ആക്കുന്നതിനാണ് നമ്മൾ കാൻഡിലിവർ ബീം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫ്രീ എൻഡിലായിട്ട് ഒരു ലോഡ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ലോഡിൻ്റെ ഇൻഫ്ലുവൻസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സപ്പോർട്ട് ചെയ്ത പോർഷൻ അതുപോലെ തന്നെ നിൽക്കും. ഓക്കെ, ബീം വന്നിട്ട് ഇതുപോലെ ബെൻഡാവും അല്ലേ. ഈ ലോഡ് കാരണം ഈ ബീം എങ്ങനെയാണ് താഴത്തേക്കാണ് ഇങ്ങനെ വളയാൻ പോകുന്നത്. ഓക്കെ, ബീം താഴത്തേക്ക് ബെൻഡാവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഫിഗർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്തും ഇതുപോലെ ഉള്ളതായിട്ട് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, ശരി. അപ്പം ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ ഒരു സ്മൈലി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് സ്മൈലിക്കുള്ളത് നേച്ചർ എന്ന് പറയുന്നത് ഇത് ക്രൈയിങ് നേച്ചറാണ് അല്ലേ. സ്മൈലി എന്താണ്, സാഡായിട്ടിരിക്കുന്ന ഒരു ഫേസ് പോലെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ സാഡ് ഫേസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ക്രൈയിങ് നേച്ചർ എന്ന് ഓർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ക്രൈയിങ് നേച്ചർ എന്ന് മെൻഷൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് സ്മൈലിംഗ് നേച്ചറും സെക്കൻഡ് വന്നിട്ട് ക്രൈയിങ് നേച്ചറും. ഓക്കെ, അപ്പം ബീമിന് ക്രൈയിങ് നേച്ചറാണ് കിട്ടുന്നതെങ്കിൽ അത് നമ്മൾ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് സൈൻ കൺവെൻഷൻ. അപ്പോൾ ഒരു ലോഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ആദ്യം ബീം വളഞ്ഞ് ഏത് നേച്ചറാണ് എടുക്കുന്നതെന്ന് നോക്കുക. സ്മൈലിംഗ് നേച്ചർ ആണെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക, ക്രൈയിങ് നേച്ചർ ആണെങ്കിൽ അത് നെഗറ്റീവായിട്ട് എടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, ശരി. അപ്പം വീണ്ടും
ഫസ്റ്റ് പോയിന്റ് റൈറ്റ് മോസ്റ്റ് പോയിന്റ് ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിന്റ് ബി, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിന്റ് ബി. ഇവിടെ ആദ്യം ബെൻഡിങ് മൊമെൻ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിന്റ് ബി. ഓക്കെ, പോയിന്റ് ബിയിൽ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. അത് വന്നിട്ട് എം ബി എന്നുള്ള നൊട്ടേഷൻ കൊടുത്തു. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിന്റ് ബി, എം ബി. ശരി, അപ്പോൾ പോയിന്റ് ബിയിലെ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയിന്റ് ബിയിൽ നിൽക്കുക. ഓക്കെ, പോയിന്റ് ബിയിൽ വന്ന് നിൽക്കുന്നതായിട്ട് അസ്യൂം ചെയ്തിട്ട് ബിയുടെ റൈറ്റ് സൈഡിലോട്ട് എന്തെങ്കിലും ലോഡ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ലെഫ്റ്റ് സൈഡിലോട്ട് കുറേയധികം ലോഡുകളുണ്ട്, അതൊന്നും കൺസിഡർ ചെയ്യേണ്ട. ബിയുടെ റൈറ്റ് സൈഡിലോട്ട് എന്തെങ്കിലും ലോഡ് ഉണ്ടോ എന്ന് നോക്കുക. ബിയുടെ റൈറ്റ് സൈഡിലേക്ക് മറ്റൊരു ലോഡും വരുന്നില്ല. ആകെയുള്ളത് ബിയിലുള്ള ആർ ബി എന്ന് പറയുന്ന 4 kN ആണ്. ആർ ബി എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ആക്ടിങ് ത്രൂ പോയിന്റ് ബി ആണ്. ഓക്കെ, അപ്പോൾ ആ പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആർ ബിക്ക് ബിയിൽ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ഓക്കെ, അതുകൊണ്ട് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിന്റ് ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 kN മീറ്റർ. കാരണം മൊമെൻ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ഫോഴ്സുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഒരു ഫോഴ്സും ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ മൊമെൻ്റ് എന്തായി പോയത്? 0 ആയിപ്പോയത്. അടുത്തത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിന്റ് ഇ. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിന്റ് ഇ എടുത്തു. ഓക്കെ, ഇതുപോലെ തന്നെ എടുത്തെഴുതുക. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിന്റ് ഇ ആകുമ്പോഴത്തേക്ക് എം ഇ, അല്ലേ? അതായത് ബി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇ ആണ്. ഓക്കെ, ഇയിൽ നോക്കുമ്പോഴത്തേക്കും ഇയിൽ വന്നിട്ട് നമ്മൾ നിൽക്കുവാണ്, അല്ലേ? അപ്പോൾ ആ ഫിഗർ ആയിട്ട് ജസ്റ്റ് ഒന്ന് എളുപ്പത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഓരോന്നിൻ്റെ ഓരോ ഫിഗേഴ്സ് ആയിട്ട് എടുത്ത് വരയ്ക്കുക. അപ്പം ഞാൻ ഇ എന്ന് പറയുന്ന പോയിന്റിനെ ഫിക്സ് ചെയ്തു. ഇയുടെ വലതുവശം നോക്കുവാണ്. ഓക്കെ, ഇയുടെ റൈറ്റ് സൈഡ് ചെക്ക് ചെയ്യുവാണ്. ഇയുടെ റൈറ്റ് സൈഡ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇയുടെ റൈറ്റ് സൈഡിലേക്ക് പോയിന്റ് ബി ഉണ്ട്. ബിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് 4 kN ആണ്. ഓക്കെ, ശരി. ഇയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്ററാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇയിലുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് 4 × 1 വരും, അല്ലേ? ഇയുടെ റൈറ്റ് സൈഡിലുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇയുടെ റൈറ്റ് സൈഡിൽ ആകെ ഈ 4 kN വരുന്നുള്ളൂ. അപ്പോൾ 4 × 1. ഓക്കെ, ശരി. നെക്സ്റ്റ് ഇതിൽ സൈൻ കൺവെൻഷൻ എങ്ങനെ വരുമെന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ സൈൻ കൺവെൻഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഡ് അല്ലെങ്കിൽ ഈ സപ്പോർട്ട് റിയാക്ഷൻ കാരണം ബീം ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? ഇവിടെ നിന്ന് കാരണം ഇതിനെ ഇങ്ങനെ പുഷ് ചെയ്ത് വിടുവാണ്. അപ്പോൾ ബീം ഈ എൻഡ് ഫിക്സ് ആണ്, ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു വരും, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് നേച്ചറാണ് വരുന്നത്? ഉണ്ട് ഇതുപോലത്തെ ഒരു സ്മൈലിംഗ് നേച്ചറാണ് വരുന്നത്. ബീം ചിരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഒരു നേച്ചറാണ് കിട്ടുന്നത്. അതുകൊണ്ട് അത് പോസിറ്റീവായിട്ട് എടുത്തോളും. അതുകൊണ്ടത് പോസിറ്റീവായിട്ട് എടുക്കണം. ചുരുക്കം പറഞ്ഞാൽ +4 × 1 ആണ് വരേണ്ടത്. അപ്പോൾ 4 kN മീറ്റേഴ്സ് എന്ന് വരും. 4 kN മീറ്റർ. ഓക്കെ, ശരി. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് ഡി. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിന്റ് ഡി. ഇതേപോലെ തന്നെ നമുക്ക് പോയിന്റ് ഡി എടുക്കാം. ഓക്കെ, അപ്പോൾ ഡി ഞാനിവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തൊന്ന് വരച്ചു. ഡിയുടെ റൈറ്റ് സൈഡിലോട്ടുള്ള ബീമിൻ്റെ പോർഷൻ വരച്ചു. ഡിയുടെ റൈറ്റ് സൈഡിലേക്കുള്ള ബീമിൻ്റെ പോർഷൻ വരച്ചു. ഡിയുടെ റൈറ്റ് സൈഡിലേക്ക് 2 പോയിൻറ്റ്സ് ആണ് വരുന്നത്. ഒരെണ്ണം ഇയും മറ്റൊരെണ്ണം എന്ന് പറയുന്നത് ബിയും വരുന്നുണ്ട്. 1 മീറ്റർ 1 മീറ്റർ. ഇയിൽ വന്നിട്ട് ലോഡെന്ന് പറയുന്നത് 2 kN. ഓക്കെ, ആർ ബിയിൽ വരുന്ന ലോഡെന്ന് പറയുന്നത് ബിയിൽ വരുന്ന ലോഡെന്ന് പറയുന്നത് 4 kN സപ്പോർട്ട് റിയാക്ഷൻ. ഓക്കെ, ശരി. അപ്പം ഇത് 1/1 ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ഇപ്പോൾ 2 ലോഡും വരുമ്പോഴത്തേക്കും രണ്ടിനെയും കൂടെ ഒരുമിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബീമിൻ്റെ സൈൻ കൺവെൻഷൻ പറയാനായിട്ട് പറ്റത്തില്ല. എന്തായാലും മൊമെൻറ്റ് ഫസ്റ്റ് പറയാം. ഓക്കെ, അപ്പം ഇവിടെ ഡിയിലുള്ള മൊമെൻറ്റ് 4 kN ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് എന്ന് പറയുന്നത് 4 × ഇവിടുത്തെ ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 2 മീറ്റേഴ്സ്, അല്ലേ? അപ്പോൾ 4 × 2. ഓക്കെ, സൈൻ പിന്നീട് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഏതാണ് വരുന്നത്? 2 × 1, അല്ലേ? 2 × 1, അല്ലേ? 2 kN 1 മീറ്റേഴ്സ് മാറിയിട്ട്. അപ്പോൾ 4 × 2 വരുന്നുണ്ട്, പിന്നെ 2 × 1 വരുന്നുണ്ട്. ശരി, ഇനി സൈൻ കൺവെൻഷൻ നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് നിങ്ങൾ ഈ 2 kN അങ്ങ് ഹൈഡ് ചെയ്യാം. 2 kN ഹൈഡ് ചെയ്തതിന് ശേഷം 2 kN ഹൈഡ് ചെയ്തതിന് ശേഷം 4 kN മാത്രം നോക്കുക. അപ്പോൾ 4 kN എന്ന് പറയുന്നത് ഈ ബീമിനെ മുകളിലോട്ട് പ്രസ് ചെയ്യുകയാണല്ലോ, അല്ലേ? മുകളിലോട്ട് പുഷ് ചെയ്ത് വിടുവാണ്. അപ്പോൾ ഇവിടെ വരുന്ന നേച്ചർ എന്ന് പറയുന്നത് സ്മൈലിംഗ് നേച്ചറായിരിക്കും. ബീം ഇതുപോലെ ഇങ്ങനെ സ്മൈലിംഗ് നേച്ചറായിരിക്കും ബീമിന് വരാൻ പോകുന്നത്, അല്ലേ? അപ്പം ഒരു ലോഡേ ഒരു സമയത്ത് എടുക്കാമുള്ളൂ. ഓക്കെ, സൈൻ കൺവെൻഷൻ പറയുമ്പോഴത്തേക്കും. അപ്പോൾ 4 kN മാത്രം നോക്കുന്ന സമയത്ത് 2 kN എന്ന് ഹൈഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് 4 kN ആക്ടിങ് അപ്വേർഡ്സ് ആകുമ്പോഴത്തേക്കും ബീം ഇങ്ങനെ മുകളിലോട്ട് ബെൻഡ് ആവുന്ന പോലെ, അതായത് സ്മൈലിംഗ് നേച്ചർ ആയിരിക്കും. അതായത് 4 × 2 എന്ന് പറയുന്ന മൊമെൻറ്റ് പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, ഇനി അടുത്തത് 4 കഴിഞ്ഞ അടുത്ത ഏതാണ്? 2 kN മൊമെൻറ്റിൻ്റെ സൈൻ കൺവെൻഷൻ കിട്ടാൻ വേണ്ടി 2 മാത്രം നോക്കുക, 4 ഹൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 കാരണം ബീം എങ്ങോട്ടാണ് വളയാൻ പോകുന്നത്? ബീം താഴത്തേക്കാണ് വളയാൻ പോകുന്നത്, അല്ലേ? അല്ലെങ്കിൽ താഴത്തേക്കാണ് ബെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 × 1 എടുക്കുമ്പോഴത്തേക്കും അതെന്തായിട്ട് വരും? നെഗറ്റീവായിട്ട് വരും. ഓക്കെ, കാരണം 2 ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ക്രൈയിങ് നേച്ചറിലുള്ള മൊമെൻ്റാണ്. ഓക്കെ, അതുകൊണ്ട് -2 × 1. അപ്പോൾ 4 × 2 8ഉം -2 × 1 എന്ന് പറയുന്നത്
-2 വരും അല്ലേ. അപ്പോൾ 8 - 2 വന്നിട്ട് 6 കിലോ ന്യൂട്ടൺ മീറ്റർ. മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ചെക്ക് ചെയ്തുകൊണ്ട് കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, കിലോ ന്യൂട്ടൺ 8 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ് എന്ന് വരും. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി കാൽക്കുലേറ്റ് ചെയ്തു. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ബി കഴിഞ്ഞിട്ട് അടുത്ത ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇ കാൽക്കുലേറ്റ് ചെയ്തു. തേർഡ് സ്റ്റെപ്പിൽ വന്നിട്ട് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡിയും കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഡി കഴിഞ്ഞ അടുത്ത പോയിന്റ് സി ആണ് വരുന്നത്. ഓക്കെ, അപ്പം സിയിലെ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫോർത്ത് വൺ എന്ന് പറയുന്നത് സിയിലെ ബെൻഡിങ് മൊമെൻറ്റ്. ഫോർത്ത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിന്റ് സി. ഓക്കെ, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിന്റ് സി കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിന്റ് സി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് സി ഫിക്സ് ചെയ്യുന്ന രീതിയിൽ മാർക്ക് ചെയ്തു. സിയുടെ റൈറ്റ് സൈഡിലോട്ടുള്ളതെല്ലാം മാർക്ക് ചെയ്തു. ഓക്കെ, സിയുടെ റൈറ്റ് സൈഡിലോട്ടുള്ളത് ഏതൊക്കെയാണ്? പോയിന്റ് ഡി ഉണ്ട്, ഇ ഉണ്ട്, പിന്നെ ബി ഉണ്ട്. ഓക്കെ, ഡി, ഇ ആൻഡ് ബി. ഡിയിൽ വരുന്നത് 4 കിലോ ന്യൂട്ടൺ. ഓക്കെ, 4 കിലോ ന്യൂട്ടൺ ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഇയിൽ വന്നിട്ട് 2 കിലോ ന്യൂട്ടൺ ഉണ്ട്. ഓക്കെ, ബിയിൽ വന്നിട്ട് ഒരു 4 കിലോ ന്യൂട്ടൺ മുകളിലേക്ക്. അത് അവിടുത്തെ സപ്പോർട്ട് റിയാക്ഷനാണ്. ഓക്കെ, ഇത് ഓരോ ഡിസ്റ്റൻസുകൾ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് 1 മീറ്റർ, ഇവിടെ വന്നിട്ട് 1 മീറ്റർ, ഇവിടെയും വന്നിട്ട് 1 മീറ്റർ. ഓക്കെ, ഈ ഫിക്സ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇത് നമ്മൾ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പോയിന്റ് സിയിലെ മൊമെൻറ്റ് വേണം, അതുകൊണ്ട് ഞാൻ സിയിനെ തൽക്കാലം ഫിക്സ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, ശരി. അപ്പം ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് സി എടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഏറ്റവും റൈറ്റ് മോസ്റ്റിലുള്ളത് 4 ഇൻറ്റു സി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഈ 4 കിലോ ന്യൂട്ടനും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 മീറ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു 3 ആദ്യത്തെ മൊമെൻറ്റ് 4 ഇൻറ്റു 3. പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് അവസാനം നോക്കാം. ഓക്കെ, അടുത്തത് 4 കഴിഞ്ഞ അടുത്തത് 2 കിലോ ന്യൂട്ടൻ്റെ ലോഡ് വരുന്നുണ്ട്. 2 ഇൻറ്റു എത്ര ഡിസ്റ്റൻസ്? 2 മീറ്റേഴ്സ് അല്ലേ. ഇപ്പോൾ 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ 2 ലോഡും കൺസിഡർ ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ഈ 4 കിലോ ന്യൂട്ടൺ ആണ്. അത് എത്ര ഡിസ്റ്റൻസ് ആണ്? 1 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു 1, 4 ഇൻറ്റു 1. ഓക്കെ, ശരി. ഇനി 1/1 ആയിട്ട് നോക്കുവാണെങ്കിൽ 4 കിലോ ആദ്യത്തെ ലോഡ് ഈ 4 കിലോ ന്യൂട്ടൺ ബീമിനെ എങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത്? 4 കിലോ ന്യൂട്ടൺ വെച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പുഷ് ചെയ്യുകയാണ് അല്ലേ. ബീമിനെ മുകളിലേക്ക് പുഷ് ചെയ്യുകയാണ്. ഓക്കെ, ബീമിനെ മുകളിലേക്ക് പുഷ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത്, ബീം ബെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഈ 4 കിലോ ന്യൂട്ടൺ കാരണം ബീം ബെൻഡ് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് ബെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്മൈലിംഗ് നേച്ചറാണ് ഇവിടെ ബീമിന് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യത്തേത് പോസിറ്റീവായിട്ട്. ഓക്കെ, അടുത്തത് ഇത് രണ്ടും ഹൈഡ് ചെയ്യാം. ഓക്കെ, ഇനി ഈ 2 കിലോ ന്യൂട്ടൺ മാത്രം വരുമ്പോഴത്തേക്കും ബീം എങ്ങനെയാണ്? താഴത്തേക്കാണ് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ പോകുന്നത്. ക്രൈയിങ് നേച്ചറാണ്. സ്മൈലി വരച്ച് നോക്കുവാണെങ്കിൽ ക്രൈയിങ് നേച്ചറായിരിക്കും. അതുകൊണ്ട് അത് നെഗറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, അപ്പം ഇത് രണ്ടും കഴിഞ്ഞു. അടുത്തത് ലാസ്റ്റ് ലോഡ് 4 കിലോ ന്യൂട്ടൺ. ആ 4 കിലോ ന്യൂട്ടൺ കാരണവും ബീം എങ്ങനെയാണ്? ഇങ്ങനെ താഴത്തേക്കാണ് ബെൻഡ് ചെയ്യാൻ പോകുന്നത്. ക്രൈയിങ് നേച്ചറാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് അതും മൈനസ് തന്നെ വരും. ഓക്കെ, അപ്പം എം സി എന്ന് പറയുന്നത് എം സി ഈക്വൽ ടു 12 - 4 - 4. ഓക്കെ, അപ്പം 4 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. 4 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിന്റ് എ, എം എ. ഓക്കെ, എം എ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അപ്പം സപ്പോർട്ട്സിൽ എപ്പോഴും മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് സപ്പോർട്ട്സിൽ എപ്പോഴും മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി എയിൽ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് ഇതേ പ്രൊസീജിയർ ഒന്ന് വച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എ വരുന്നുണ്ട്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സി, ഡി, ഇ ആൻഡ് ബി. ഇത്രയും പോയിൻറ്റ്സും വരുന്നുണ്ട്. ഓക്കെ, ഓരോയിടത്തും ലോഡ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 2 കിലോ ന്യൂട്ടൺ, 4 കിലോ ന്യൂട്ടൺ. സപ്പോർട്ട്സിൽ എപ്പോഴും സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സപ്പോർട്ട്സിൽ എപ്പോഴും മൊമെൻറ്റ് വന്നിട്ട് 0 ആയിരിക്കും. ഓർത്തിരിക്കുക. ഇവിടെ സത്യത്തിൽ ഈ ലാസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് അത് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. 4 കിലോ ന്യൂട്ടൺ. ഓക്കെ, 1 മീറ്റർ, 1 മീറ്റർ, 1 മീറ്റർ, 1 മീറ്റർ. ശരി. ഓക്കെ, അപ്പം ഏറ്റവും എയിലെ മൊമെൻ്റാണ് വേണ്ടത് അല്ലേ. അപ്പം ആർ ബി കാരണം ഉണ്ടാകുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ആർ ബി ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് 4 മീറ്റേഴ്സ്. ഓക്കെ, ആർ ബി ഇൻറ്റു 4 എന്ന് പറയുമ്പോഴത്തേക്കും 4 ഇൻറ്റു 4. ഓക്കെ, സൈൻ ലാസ്റ്റ് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ 2-ൻ്റെത്. ഓക്കെ, 2 കിലോ ന്യൂട്ടൺ എത്ര ഡിസ്റ്റൻസ് ആണ്? 3 മീറ്റേഴ്സ്. അപ്പോൾ 2 ഇൻറ്റു 3. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കഴിഞ്ഞു. അടുത്തത് ഈ 4 കിലോ ന്യൂട്ടൺ എത്ര ഡിസ്റ്റൻസ് ആണ്? 2 മീറ്റേഴ്സ്. അപ്പോൾ 4 ഇൻറ്റു 2. ഓക്കെ, 4 ഇൻറ്റു 2. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്
ഇവിടെ ഈ 2 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഇത് മൂന്നും കംപ്ലീറ്റ് ചെയ്തു. ഇനി 2 കിലോ ന്യൂട്ടൺ 2 × 1 എന്ന് വരും. 2 × 1. ശരി, 1/1 ആയിട്ട് സൈൻ കൺവെൻഷൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇവിടുത്തെ ആർ ബി എന്ന് പറയുന്നത് ഈ ബീമിനെ മുകളിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യിക്കാനാണ് നോക്കുന്നത്. ആർ ബി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആർ ബി എന്ന് പറയുന്നത് ബീമിനെ മുകളിലേക്ക് ബെൻഡ് ചെയ്യിക്കാനാണ് ആർ ബിയുടെ ടെൻഡൻസി എന്ന് പറയുന്നത്. ഓക്കെ, ആർ ബി വന്നിട്ട് ബീമിനെ മുകളിലേക്ക് ബെൻഡ് ചെയ്യിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് എന്തായിരിക്കും, സ്മൈലിംഗ് നേച്ചർ ആയിരിക്കും. അപ്പം ആർ ബി കാരണം ഉണ്ടാകുന്ന ഫസ്റ്റ് മൊമെൻറ്റ് അതെന്തായിട്ട് എടുക്കുക, പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, ഇനി ബാക്കിയുള്ള എല്ലാ ലോഡുകളെയും മാറ്റി നിർത്തിയിട്ട് ഈയിലുള്ള ലോഡ് മാത്രം നോക്കുക. ഈയിലുള്ള ലോഡിനെ മാത്രം നോക്കുമ്പോഴത്തേക്ക് ഈയിലുള്ള ലോഡ് കാരണം ബീം ഇങ്ങനെ താഴത്തേക്കാണ് ബെൻഡ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് ബാക്കിയുള്ള ഒരു ലോഡും കൺസിഡർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം ഈയിലുള്ള 2 കിലോ ന്യൂട്ടൺ കാരണം ബീം താഴത്തേക്കാണ് ബെൻഡ് ചെയ്യാൻ പോകുന്നത്. ക്രൈയിങ് നേച്ചറാണ് വരുന്നത്, അതുകൊണ്ട് മൈനസ് വരും. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ അതും മൈനസ് തന്നെയായിരിക്കും. ഇതേ കണക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ 16 മൈനസ് ഇവിടെ 6 വരും. 16 മൈനസ് 6 മൈനസ് 8 മൈനസ് 2. അപ്പോൾ 16 മൈനസ് 16 ഈക്വൽ ടു 0 കിലോ ന്യൂട്ടൺ മീറ്റർ. 0 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇവിടുത്തെ വാല്യൂസ് വരുന്നത്. ഓക്കെ, ഇനി ഓരോ വാല്യൂസും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് വാല്യൂ പോയിന്റ് ബിയിലെ മൊമെൻറ്റ് എന്ന് പറയുന്നത് 0 കിലോ ന്യൂട്ടൺ. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ അതേ സ്കെയിലിൽ നേരെ താഴത്തേക്ക്, ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ നേരെ താഴെ വേണം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ. അപ്പോൾ ഈ 3 ഡയഗ്രാംസ് ഒരേ ലൈനിലായിരിക്കണം. ഒന്ന് ആദ്യം ലോഡിംഗ് ഡയഗ്രാം, അത് കഴിഞ്ഞ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, അത് കഴിഞ്ഞിട്ട് വേണം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ. അപ്പോൾ ഇവിടെ 0 കിലോ ന്യൂട്ടൺ വരുന്നുണ്ട്. 0 കിലോ ന്യൂട്ടൺ മീറ്റർ, ഇവിടെയും 0 കിലോ ന്യൂട്ടൺ മീറ്റർ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഓക്കെ, ശരി. നെക്സ്റ്റ് ആദ്യത്തെ പോയിന്റ് ബി. പോയിന്റ് ബിയിലെ മൊമെൻറ്റ് എത്രയെന്നാണ് കിട്ടിയത്? പോയിന്റ് ബിയിലെ മൊമെൻറ്റ് വന്നിട്ട് നമുക്ക് കിട്ടിയത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോയിന്റ് ബിയിലെ മൊമെൻറ്റ് വന്നിട്ട് 0 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിന്റ് ബിയുടെ റെഫറൻസ് ആണ് ഇതിൻ്റെ. പോയിന്റ് ബി നേരെ ഇവിടെ വന്നു, അവിടെ 0 കിലോ ന്യൂട്ടൺ മീറ്റർ മാർക്ക് ചെയ്തു. ഓക്കെ, അടുത്തത് പോയിന്റ് ഇയിൽ എത്രയാണ്? 4 കിലോ ന്യൂട്ടൺ മീറ്റർ. പോസിറ്റീവാണ്, +4 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പോയിന്റ് ഇ നേരെ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പോയിന്റ് ഇ പ്രൊജക്റ്റ് ചെയ്തതാണ്. ഓക്കെ, പോയിന്റ് ഇ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് വരയ്ക്കുക. നേരെ താഴത്തേക്ക്, അതാ ഫസ്റ്റിലേ തന്നെ അങ്ങ് വരച്ചിടുവാണെങ്കിൽ അത്ര എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം ഇയിൽ നിന്ന് നേരെ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തു. അപ്പം ഇതാണ് ഇവിടുത്തെ പോയിന്റ് ഇ. അവിടുത്തെ മൊമെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ 1 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് ഞാൻ 1 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ 4 കിലോ ന്യൂട്ടൺ മീറ്റർ ആകുമ്പോൾ 4 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ വന്ന് ഈ പോയിൻറ്റിൻ്റെ വാല്യൂ 4 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും ഹൈറ്റ് എന്ന് പറയുന്നത് 4 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, അടുത്തത് പോയിന്റ് ഡിയിൽ നിന്ന് നേരെ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഈ പോയിന്റ് എത്തി. ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 6 കിലോ ന്യൂട്ടൺ മീറ്റർ. 6 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് 1 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തി. അത് 6 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അത്രയും വാല്യൂസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോയിന്റ് സിയിലെ വാല്യൂ വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തത് 4 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പം പോയിന്റ് സി, ഇവിടെയാണ് പോയിന്റ് സി. അതിൻ്റെ നേരെ താഴെയായിട്ട് അതിൻ്റെ റെഫറൻസ് എടുത്തു. ഇവിടെയായിട്ട് മാർക്ക് ചെയ്യേണ്ടതും 4 കിലോ ന്യൂട്ടൺ മീറ്റർ തന്നെയാണ്. അതായത് 4 സെൻറ്റിമീറ്റർ തന്നെ വരയ്ക്കുക. 4 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ഇ. ലാസ്റ്റ് വന്നിട്ട് പോയിന്റ് ഇ. പോയിന്റ് എയിലത് എത്ര തന്നെയാണ്? 0 തന്നെയാണ്. ഓക്കെ, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എപ്പോഴും സപ്പോർട്ട്സിൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണെന്ന് ഓർക്കുക. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ച വരുവാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് റെഫറൻസ് ലൈൻ വരച്ചു. രണ്ടിടത്തും 0 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ് മാർക്ക് ചെയ്തു. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഓരോ ലോഡ് വന്നിരിക്കുന്ന ഓരോ പോയിൻറ്റ്സിനെയും നേരെ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഓരോ പോയിന്റിലും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത മൊമെൻറ്റുകൾ മാർക്ക് ചെയ്തു. ഓക്കെ, ശരി. ഇനി ഇതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ടേബിൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് ലോഡ് വരുവാണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ വെർട്ടിക്കൽ ലൈൻസ് ആയിട്ട് വരയ്ക്കുന്നു. ഓക്കെ, എന്നാൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ ഇൻക്ലൈൻഡ് ലൈൻസ് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഈ ടേബിൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പറഞ്ഞിട്ടുണ്ട് പോയിന്റ് ലോഡ് വരുന്ന കേസുകളിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ വെർട്ടിക്കൽ ലൈനായിട്ടും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ ഇൻക്ലൈൻഡ് ലൈനായിട്ടുമാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ എല്ലാം പോയിന്റ് ലോഡ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇൻക്ലൈൻഡ് ലൈൻ വെച്ചിട്ടാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്.
ഓക്കെ, അപ്പോൾ ഇൻക്ലൈൻഡ് ലൈൻ വരയ്ക്കുമ്പോഴത്തേക്ക് ആദ്യം ഈ 0 കിലോ ന്യൂട്ടൺ മീറ്ററിൻ്റെയും 4 കിലോ ന്യൂട്ടൺ മീറ്ററിൻ്റെയും തമ്മിൽ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് 4 കിലോ ന്യൂട്ടൺ മീറ്ററും 6 കിലോ ന്യൂട്ടൺ മീറ്ററും തമ്മിൽ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് 6 കിലോ ന്യൂട്ടൺ മീറ്ററും ഇവിടുത്തെ 4 കിലോ ന്യൂട്ടൺ മീറ്ററും തമ്മിൽ ജോയിൻ ചെയ്യുക. ഇവിടുത്തെ 4 കിലോ ന്യൂട്ടൺ മീറ്ററും 0 കിലോ ന്യൂട്ടൺ മീറ്ററും തമ്മിൽ ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. അപ്പോൾ ഈ ബീമിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് എല്ലാ പോയിൻറ്റ്സിലെയും വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, എപ്പോഴും ഇങ്ങനെ വരണമെന്നില്ല. ചില പ്രോബ്ലംസിൽ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് നെഗറ്റീവ് ആവാറുണ്ട്. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് പോർഷനിൽ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ പോസിറ്റീവും കുറച്ച് പോർഷനിൽ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ നെഗറ്റീവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഓക്കെ, കൃത്യം സെൻട്രലായിട്ടാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വന്നിരിക്കുന്നത്. എത്രയാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ? 6 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് ഈ പറയുന്ന ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാംസ് വരയ്ക്കാം. കാൻഡിലിവർ ബീംസ് വരുവാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ കാൻഡിലിവർ ബീംസിൽ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. കാരണം ആകെ കൂടെ ഒരു സപ്പോർട്ടേ ഉള്ളൂ, അല്ലേ? ആകെ കൂടെ ഒരു സിംഗിൾ സപ്പോർട്ടേ വരുന്നുള്ളൂ. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസ് പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നീറ്റായിട്ട് വരയ്ക്കുന്നതിനാണ് ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം സ്റ്റെപ്സ്: ഫസ്റ്റ് ലോഡിംഗ് ഡയഗ്രാം, അതിനുശേഷം ഷിയർ ഫോഴ്സ് ഡയഗ്രാം, അതിൻ്റെ നേരെ താഴെയായിട്ട് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഓക്കെ, ഇത് രണ്ടും 2 പേജിലായിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല. 3 ഡയഗ്രാംസ് ഒരേ പേജിൽ തന്നെ നിൽക്കുന്ന ലോഡിംഗ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാംസ്. ഓക്കെ, ശരി.